ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. ദോശയുടെയും ഇഡലിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി. പക്ഷേ എന്നാൽ ഇതിൽ നമ്മൾ തേങ്ങ ചേർത്തിട്ടില്ല. തേങ്ങ ചേർക്കാതെ ഇതുപോലെ നല്ലൊരു ചമ്മന്തി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു മീഡിയം സൈസിലുള്ള സവാള ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും, എരിവിനനുസരിച്ച് വേണമെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇതൊന്ന് ചെറുതായി വാട്ടിയെടുക്കുക. ഒരുപാട് ബ്രൗൺ നിറമൊന്നും ആവണ്ട, ഈ ഒരു പരുവായാൽ മതി. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർക്കണം. കടലപ്പരിപ്പ് അല്ല, പൊട്ടുകടല എന്ന് പറയും. ഇത് ഞാൻ നേരത്തെ പണ്ടൊരു വീഡിയോയിൽ ഈ പൊട്ടുകടല യൂസ് ചെയ്ത സമയത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ പലരും ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് പൊട്ടുകടല എന്ന്. കടലപ്പരിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് പച്ചയായിട്ട് കിട്ടുന്ന, അതായത് നമ്മൾ ഈ തോരപ്പരിപ്പിൻ്റെയൊക്കെ കൂട്ട് വേവിച്ചെടുക്കുന്ന കടല ആ ഒരു രീതിയിൽ കിട്ടുന്നതാണ്. ഇത് പക്ഷേ അങ്ങനെയല്ല, ഇത് കുക്ക് ചെയ്തതാണ്. അതായത് ഇത് നമുക്ക് ഈ പട്ടാണിപ്പയർ എന്നൊക്കെ പറയുന്നത് പോലെ ഓരോ നാട്ടിലും ഓരോ പേരാണ് പറയുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ പൊട്ടുകടല എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് വെറുതെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. ഈ മിക്സറിനകത്തൊക്കെ കാണും. അപ്പോൾ ഇതൊരു കുക്ക്ഡ് വേർഷനാണ്. കുക്കല്ലാത്ത മറ്റേ കടലപ്പരിപ്പല്ല ഇത്. അത് 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് അരഞ്ഞു വരുന്നതിനനുസരിച്ച് നമുക്ക് പിന്നീട് വെള്ളം ആവശ്യത്തിന് എത്രത്തോളം ചമ്മന്തി വേണമെന്നുള്ളതിനനുസരിച്ച് ഇത് നീട്ടിയെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ കറി എത്രത്തോളം ലൂസായിട്ട് നിങ്ങൾക്ക് വേണമെന്നോ അതിനനുസരിച്ച് ഇത് നീട്ടിയെടുക്കാവുന്നതാണ്. ഇനി ഉപ്പോ മറ്റോ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുത്തത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള രീതിയിലുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്ത് കറി ഇതാ ഇവിടെ നീട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് പ്രത്യേകിച്ച് ചൂടാക്കി എടുക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കത്തേ ഉള്ളൂ. സാധാരണ രീതിയിൽ നമ്മൾ ചമ്മന്തിക്ക് കടുക് വറുക്കുന്ന പോലെ കറിവേപ്പിലയും വറ്റൽമുളകും അതേപോലെ ചുവന്നുള്ളിയും കടുകൊക്കെ ചേർത്തിട്ട് കടുക് വറുത്ത് ഇതിന് മുകളിലേക്ക് ചേർത്താൽ മതി. സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. തേങ്ങയൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റിൽ നല്ല രീതിയിൽ ഈ കറി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ചില ആളുകൾക്കൊക്കെ ദോശയും ഇഡലിയൊക്കെ കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ചമ്മന്തി വേണം. അതായത് ഈ ദോശ ഇഡലിയൊക്കെ ചമ്മന്തിയിൽ കുതിർന്ന് കിടന്നിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ള ആളുകളുണ്ട്. ചിലർക്ക് വളരെ കുറച്ച് മതി. അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണെങ്കിൽ ഇത് വളരെ നല്ലതാണ്. ഒരു നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. സിമ്പിളായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്